ഹായ് ട്രേഡേഴ്സ്, നമസ്കാരം. ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ 15ാമത്തെ ദിവസമായ ഏപ്രിൽ 15 അനലൈസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ നിഫ്റ്റി നമ്മൾ താഴോട്ടടിക്കുമോ അല്ലെങ്കിൽ മുകളിലോട്ടടിക്കുമോ എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിഫ്റ്റി താഴോട്ട് വീഴുമോ, മാർക്കറ്റ് കറക്ഷൻ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി നമ്മൾ ഒരു ഫെയിൽഡ് ഓപ്ഷൻ വന്നതിൻ്റെ ടാർഗറ്റായ 21,621 വരെയും അത് താഴെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ ആഴ്ചത്തെ ഇന്നലെ മെനങ്ങാന്ന് കൊടുത്ത വീഡിയോയിൽ അത് വ്യക്തമായി പറഞ്ഞ് താഴോട്ട് വരുമോ എന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ താഴോട്ട് ഡെസ്റ്റിനേഷൻ ലെവൽസ് പറഞ്ഞു. മാർക്കറ്റിൽ നിന്ന് അതേപോലെ ഏകദേശം ആ ലെവൽ വരെ എത്തി. നമ്മുടെ റെഫറൻസ് ലെവലായ 22,360 എന്ന് പറഞ്ഞ ആ ലെവലിൻ്റെ മുകളിലാണ്, ആ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ നിഫ്റ്റി പറഞ്ഞത് പ്രകാരം നമ്മൾ എന്താണ്, നിഫ്റ്റി ഇപ്പം നമ്മളെ നിഫ്റ്റിയെ സംബന്ധിച്ച് 22,616 ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് താഴെ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മുടെ ബാലൻസ് പ്രൊഫൈലായ 5 ദിവസത്തെ ബാലൻസ് 4 ദിവസത്തിൻ്റെ പ്രൊഫൈലിൻ്റെ POC ആയ 22,556 ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് താഴോട്ടാണെങ്കിൽ 533, അതിന് താഴെ ഓരോ ലെവലായതാണ് 475, 424, താഴെ 368. ഇങ്ങനെ ഓരോ ലെവൽ പറഞ്ഞ് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു വീഡിയോയിൽ, ഡെയിലി ചാർട്ടിൻ്റെ അനാലിസിൽ പറഞ്ഞു. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഏകദേശം 22,380 ലെവലിലായിരുന്നു. ഈ 22,368 എന്ന് പറഞ്ഞാൽ ഈ ഇമ്പോർട്ടൻറ്റ് POC ലെവൽ 28/3/2024 മാർച്ച് എക്സ്പയറിയുടെ മന്ത്ലി എക്സ്പയറി വന്നത് POC സപ്പോർട്ട് എടുത്ത് അവ ഏകദേശം 22,475 വരെ പോയി. അത് ഭേദിച്ച് 533 വരെ പോകാൻ നോക്കി. പക്ഷേ 518 ആയപ്പോൾ എന്ത് പറ്റി, അവിടെ വന്ന് റിവേഴ്സ് ചെയ്തു മാർക്കറ്റ് താഴോട്ടിറങ്ങി. ഇന്നത്തെ നിഫ്റ്റിയുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം നമ്മൾ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് സോണായ 22,360 താഴെയാണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് ഡേഞ്ചർ ഇൻഡിക്കേഷനാണ്. ആ ഡേഞ്ചർ ഇൻഡിക്കേഷൻ കുറച്ചും കൂടെ മോർ ലിക്വിഡേഷൻ തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ചാർട്ടിലേക്ക് നമുക്കൊന്ന് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഇവ എങ്ങനെയാണ് നമുക്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് വരുന്നത്, ആ ഒരു സിസ്റ്റം നിങ്ങൾക്കൊന്ന് പിടികിട്ടും. നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് പ്രകാരം ഇറ്റ്സ് എ ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ഡേ. ഇന്ന് ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ്. ഫെയിൽഡ് ഓപ്ഷൻ വീണ്ടും സംഭവിച്ചിരിക്കുന്നു. എന്ത് സംഭവിച്ചിരിക്കുന്നു? നിങ്ങൾക്ക് ഫെയിൽഡ് ഓപ്ഷൻ വീണ്ടും സംഭവിച്ചിരിക്കുന്നു. 22,517 ഇന്നത്തെ ഹൈയിൽ അവിടെ ഫെയിൽഡ് ഓപ്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അതിനർത്ഥം ബാക്ക് ടു ബാക്ക് നിങ്ങൾക്കൊരു ഫെയിൽഡ് ഓപ്ഷൻ ഒരേ സൈഡിൽ സംഭവിക്കുകയാണെങ്കിൽ ട്രെൻഡ് ഈസ് ആരുടെ കൂടെയാണ്? ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് വന്ന് ബയേഴ്സിൻ്റെ കൂടെയാണ്, സെല്ലേഴ്സിൻ്റെ കൂടെയാണ്. ഓപ്ഷൻ സെല്ലേഴ്സ് അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ ബയേഴ്സിൻ്റെ കൂടെയാണ്, സെല്ലേഴ്സിൻ്റെ കൂടെയാണ്. മാർക്കറ്റിൽ ഫ്യൂച്ചർ സെല്ലിങ് അല്ലെങ്കിൽ ഇറ്റ്സ് എ ബെയറിഷ് ട്രെൻഡാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആയ 22,328 ഈ 368 തന്നെ POC താഴെയാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ പ്രകാരം നിഫ്റ്റിയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 22,287 ആണ്. നാളെ 22,287 വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഈ FAയുടെ ടാർഗറ്റ് ആയ പോയിന്റ്. നമുക്ക് ഇതിനെ ബൈഫർക്കേറ്റ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് നമുക്കൊന്ന് കട്ട് ചെയ്തൊക്കെ പരിശോധിക്കാം എന്താണ് എക്സ്റേ ആയിട്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, 22,368 എന്ന് പറഞ്ഞാൽ POCയുടെ താഴെ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇതിന് താഴെ നിൽക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 22,327, അതിന് താഴോട്ട് നമ്മുടെ FAയുടെ ടാർഗറ്റായ 22,287 വരാം. ഓക്കെ, അത് ക്ലിയർ ആയോ? ഈ 22,287 താഴെ നിഫ്റ്റിയെ സംബന്ധിച്ച് സ്ട്രോങ് ആയിട്ട് 22,233 അതിന് താഴെ 22,181 വരാം. ഈ 22,181 പൊട്ടുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അടുത്ത സപ്പോർട്ട് ലെവലായ 22,94 വരാം. ആസ് ലോങ് ആസ് ഈ 22,000 ലെവലിനോട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റിനെ കുറച്ച് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ചൊരു ഇമ്പോർട്ടൻറ്റ് ഡേഞ്ചറസ് സോൺ എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഇന്നൊരു ഫെയിൽഡ് ഓപ്ഷൻ തന്നു. അതുകൂടാതെ 22,360 എന്ന് പറഞ്ഞാൽ നമ്മളെ ഇമ്പോർട്ടൻറ്റ് POC താഴെയാണ് അപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ VWAP-ആയ 435 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 424 ഈ 424 മുകളിൽ ഇന്നത്തെ POC ആയ 451 അതിന് മുകളിൽ പോവുകയാണെങ്കിൽ ഈ FAയുടെ ഹൈ ആയ 5187 ടെസ്റ്റ് ചെയ്യാം. ഈ 517 മുകളിൽ അവനെ സംബന്ധിച്ച് ഈ POC ആയ 22,556 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്കിപ്പോൾ മുകളിലോട്ട് ഈ 556 വരെ മാത്രം പറഞ്ഞാൽ മതി. കാരണം നമുക്ക് ഒരു നമ്മുടെ ട്രെൻഡ് നമ്മൾ ആരുടെ അണ്ടറിൽ പിടിച്ച് ആരുടെ ഇടയിൽ പിതുങ്ങിയിരിക്കുകയാണ്, നമ്മളിപ്പോൾ സെല്ലറുടെ ഇടയിൽ പിതുങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു സിസ്റ്റം മാത്രം നോക്കിയാൽ മതി. നമുക്ക് ആ ലെവൽസ് ഒന്ന് മാർക്ക് വയ്ക്കാം.
ഇന്ന് ന്യൂട്രൽ എസ്റ്റീം ഡൗൺ ഡേ ആയതുകൊണ്ട് വെറുതെ 10% താഴെ ചാൻസ് മാത്രമേ ഉള്ളൂ. ട്രെൻഡിൻ്റെ കൂടെ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാം. നാളെ ചിലപ്പോൾ ഗ്യാപ് ടു ഓപ്പണിംഗ് വരാൻ ചാൻസ് ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. ബട്ട് നമുക്ക് ഈ FA വന്നത് പ്രകാരം നമുക്ക് 22,424 ഭാഗത്തൊക്കെ ഒരു പൊസിഷണൽ ട്രേഡ് ഓപ്ഷനിൽ എടുക്കാൻ പറ്റുമെങ്കിൽ, നിഫ്റ്റിയുടെ പുട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെറിയ ടാർഗറ്റായി 22,287 വേണ്ടി നമുക്ക് വേണമെങ്കിൽ ട്രേഡ് എടുക്കാൻ പറ്റും. അതൊരു FA ബേസ് ട്രേഡ് ബേസ് സെറ്റപ്പാണ്. അത് നമ്മളെ എന്താണ് ലൈവ് ട്രേഡ് റൂമിലും മെൻറ്റർഷിപ്പിൽ പ്രോഗ്രാമിലൊക്കെ അത് വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് നമ്മുടെ ഈ ടാർഗറ്റ് ലെവൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. എന്തിനാണ് നമുക്കത് മാർക്ക് ചെയ്യിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഞാൻ ആ ലെവലൊന്ന് നിങ്ങൾക്ക് വേണ്ടി മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യണം. നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ എല്ലാം നമ്മൾ ഫ്രഷ് ആയിട്ട് വയ്ക്കും. നമ്മളെല്ലാം ഫ്രഷ് ആയിട്ട് നമ്മൾ വരയ്ക്കുള്ളൂ. സോ നമ്മളെ സംബന്ധിച്ച് ഇത് നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 22,000 ഇന്നത്തെ നമ്മുടെ POC ഇവിടെയാണ്. 22,000 നിഫ്റ്റിയുടെ POC നിന്ന് 22,455 POC. നമ്മൾ കൃത്യമായി ആ POC ഇവിടെ നമുക്കൊന്ന് 455 ആശാന മാർക്ക് ചെയ്ത് വയ്ക്കാം. കൈ അങ്ങനെയൊന്നും പോകുന്നില്ല, കാരണം 455 POC. ഇന്നത്തെ VWAP-ആയ 424 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 424 എന്ന് പറഞ്ഞാൽ ഈ ലെവൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ VWAP-ആയ. സോ അത് നമുക്ക് VWAP-ന് നമുക്കൊരു പച്ച കളർ കൊടുത്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് താഴോട്ട് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 320 നമ്മളെ സപ്പോർട്ട്. ഫസ്റ്റ് നമുക്ക് ആ സപ്പോർട്ട് വയ്ക്കാം. 320 നമ്മളെ സപ്പോർട്ട്. അതിന് താഴെ നമ്മളെ സംബന്ധിച്ച് 287 എന്ന് പറഞ്ഞാൽ FAയുടെ ടാർഗറ്റ്. 287. അതിന് താഴെ 230 എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത സപ്പോർട്ട്. ഓക്കെ, അതിന് താഴെ 180 എന്ന് പറഞ്ഞാൽ അടുത്ത സപ്പോർട്ട്. 181. അതിന് താഴെ നമ്മൾ 22,095. ഓക്കെ, ഇനി മുകളിലോട്ടാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വരച്ചല്ലോ. ഇനി വരുന്നത് ഈ 22,000 ഈ 517 എന്ന് പറഞ്ഞാൽ ഈ FA പോയിൻ്റാണ് നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. മുകളിലോട്ടാണെങ്കിൽ അതിന് മുകളിൽ ഈ 556. ഓക്കെ, അത് POC ആണ്. ഞാൻ അതിനെ മജന്ത കളറിലേക്ക് മാറ്റാനേ. സോ ഇത്രയും നമ്മൾ പ്രതീക്ഷ നാളത്തേക്ക്. സോ നാളെ മാർക്കറ്റ് നമ്മുടെ ഇവിടെ ഇന്ന് നടന്ന 22,517 ഈ FA ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് FA ടാർഗറ്റ്. അവിടെ ഞാൻ എഴുതി വയ്ക്കുക നിങ്ങൾക്ക് വേണ്ടി. FA ടാർഗറ്റ് ഇത് FA. ഓക്കെ, ഇത് ഫെയിൽഡ് ഓപ്ഷൻ. ഇതിൻ്റെ ടാർഗറ്റ് ഇതാണ്. അപ്പം നമ്മൾ അൾട്ടിമേറ്റ്ലി ഇത് നമ്മൾ ഈ IB ലോയൊക്കെ താഴെ നിൽക്കുന്നിടത്തോളം കാലം, ഇന്നത്തെ ലോയിൽ താഴെ നിൽക്കുന്ന കാലം ഈ FA ടാർഗറ്റ് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂയിലേക്ക് ഒന്ന് പോവാം. ഇനി നമുക്ക് ഏതിലോട്ട് പോവാം? ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂയിലേക്ക് നമുക്കൊന്ന് പോവാം. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ആശാൻ നല്ല ഉഗ്രൻ ട്രെൻഡിങ് ഡൗൺ ആയിരുന്നു. പക്ഷേ ഇത് B ഷേപ്പ്ഡ് പ്രൊഫൈലാണ് ആശാൻ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്. ഇന്നത്തെ POC 48,187 ഭാഗത്താണ് വന്നിരിക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് സ്റ്റോണായ 47,893 എന്ന് പറഞ്ഞാൽ POCയുടെ തൊട്ട് താഴെയാണ്. അതായത് കഴിഞ്ഞ ഈ മാസം മാർച്ച് ഏപ്രിൽ 3 POCയുടെ അവിടെയാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത്, ആ ഭാഗത്ത്. സോ ഈ 47,892 താഴെ നിൽക്കുന്നിടത്തോളം കാലം അവനെ സംബന്ധിച്ച് 47,720, അതിന് താഴെ 47,550യും അതിന് താഴോട്ട് 47,500 എന്ന് പറയുന്ന ഇമ്പോർട്ടൻറ്റ് HPN സോണും, അതിന് താഴെ 47,360, അതിന് താഴെ 47,243, അതിന് താഴെ ഈ POC ആയ ആ താഴെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എവിടെയുള്ളൂ
47,888ഉം അതിന് താഴെ ഈ പി ഒ സി ആയ 47,763 വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 47,893 എന്ന് പറഞ്ഞ ഈ പി ഒ സിയുടെ ലെവലിന് മുകളിൽ അവൻ ക്ലോസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരു റിവേഴ്സലിന് ചാൻസ് ഉള്ളൂ. ഇനി മുകളിലോട്ടാണെങ്കിൽ ഇന്നത്തെ പി ഒ സി ആയ 48,180 787 സ്ട്രോങ് റെസിസ്റ്റൻസും അതിന് മുകളിൽ ഈ പി ഒ സി നമ്മുടെ സ്പൈക്കിടെ 5/4 വെള്ളിയാഴ്ച വന്ന കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന സ്പൈക്കിൻ്റെ പി ഒ സി ആയ 48,368 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസാണ്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു കാര്യം ഓർത്തുകൊള്ളുക, ബാങ്ക് നിഫ്റ്റിയിൽ ഇനിയും കുറച്ച് ഓളിയം വരാനുള്ള ചാൻസ് കൂടുതലാണ്, ഹ്യൂജ് സെല്ലിങ് നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അസ്ലോങ്ങ സമയം ഏതാണ് നിൽക്കുന്നിടത്തോളം കാലം ഈ 47,893 താഴെ നിൽക്കുന്നിടത്തോളം കാലം സെല്ല് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എല്ലാവരുടെ അഭ്യർത്ഥന മാതിച്ച് പലരും മെസ്സേജ് അയക്കാറുണ്ട്, സാറേ ഫിൻ നിഫ്റ്റിയെ കുറിച്ച് പറയുമോ എന്ന് വെച്ചാൽ അപ്പോൾ ഫിൻ നിഫ്റ്റി ഞാൻ എല്ലാ എക്സ്പയറിക്ക് അത് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. സോ ഈ ഫിൻ നിഫ്റ്റിയെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിൽ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിൻ നിഫ്റ്റിയുടെ ഒരു പ്രൊഫൈൽ പ്രകാരം അതൊരു നോർമൽ വേരിയേഷൻ ഡൗൺ പ്രൊഫൈലാണ്. കൂടാതെ സ്പൈക്ക് ഉണ്ട്, സ്പൈക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ സ്പൈക്ക് അപ്പോൾ സ്പൈക്ക് സംഭവിച്ചത് കൊണ്ട് ഈ ഏരിയ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിഫ്റ്റിനെ സംബന്ധിച്ച്. ഫിൻ നിഫ്റ്റിയിൽ നമ്മളെ സംബന്ധിച്ച് ഈ ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നാളെ ഫ്യൂച്ചർ ലെവലിൽ ഈ 21,146 എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 21,146 താഴെ ഫിൻ നിഫ്റ്റി വരികയാണെങ്കിൽ അവനെ സംബന്ധിച്ച് ഈ പി ഒ സി ആയ 29,66 ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ ഫിൻ നിഫ്റ്റി പ്ലെയർ ഇത് നോക്കുക. ഇനി മുകളിലോട്ടാണെങ്കിൽ ഇന്നത്തെ പി ഒ സി ആയ 21,220 ഒരു റെസിസ്റ്റൻസ് ആണ്, സിംഗിൾ പ്രിൻ്റ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ 21,288 റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ മുകളിൽ ഇന്നത്തെ പി ഒ സി ആയ 21,348 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്റ്റീവ് ഫിൻ നിഫ്റ്റിയെ സംബന്ധിച്ച്. സോ എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. ഞങ്ങളുടെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ മെൻറ്റർഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. സോ എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ വിഷ്ണുഗുപ്ത.